മോന്റെ അടുത്ത് തീരെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ പണി ഒഴിവാക്കി പഴയ പെയിന്റിംഗ് പണി തന്നെ നോക്കണം. ലോറിയുമായി യാത്ര തുടങ്ങും മുമ്പ് അവസാനമായി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടിയപ്പോൾ അർജുൻ പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് കാർവാറിൽ നിന്ന് അർജുൻ അവസാന യാത്ര തുടങ്ങി. സ്വന്തം വിയർപ്പിൽ ചേർത്ത് പിടിച്ച മണ്ണിലേക്ക് അന്ത്യവിശ്രമത്തിനായി അവൻ എത്തുകയാണ്. അവന് വിശ്രമത്തിനുള്ള മണ്ണൊരുങ്ങുമ്പോഴാണ് അന്ന് പറഞ്ഞ ഈ വാക്കുകൾ സുഹൃത്തും അയൽവാസിയുമായ നിതിൻ ഓർത്തെടുത്തത്. 2.5 വയസ്സുകാരനായ അയാന്റെ കുസൃതികൾ അത്രയേറെ കാണാൻ കൊതിച്ചിരുന്നു അർജുൻ. ലോറിയുമായി ഇറങ്ങിയ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാലാണ് തിരികെ എത്താനാവുക. ഏറെ ഇഷ്ടമുള്ള ജോലിയായിരുന്നെങ്കിലും അയാനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി നിർത്തണമെന്ന് അർജുൻ പറഞ്ഞിരുന്നതായി നിതിനും സുഹൃത്തുക്കൾ ഓർമ്മിച്ചു. 71 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ഓടിച്ച ലോറി പുഴയിൽ നിന്ന് പൊക്കിയെടുത്തപ്പോഴും ക്യാബിനിൽ നശിക്കാതെ കിടന്നിരുന്നത് അയാനു വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു. വെങ്ങേരി കണ്ണാടിക്കലിലെ ആ ഇരുനില വീടിനോട് ചേർന്നുള്ള ഭൂമിയിൽ അർജുന്റെ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. അവന്റെ കൂടി വീർപ്പുതുള്ളികളുടെ ഫലമാണ് ആ ഭവനം. എത്ര അകലത്തേക്കുള്ള ലോഡാണെങ്കിലും അതിന് തയ്യാറായി ലോറിയുമായി പോയതും സാമ്പത്തികമായി ഉണ്ടായ ആ ചെറിയ ബാധ്യത തീർക്കാനായിരുന്നു. ഡ്രൈവർ ജോലിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് പെയിന്റിംഗ് വർക്ക് സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്തിരുന്നു അർജുൻ. അവന്റെ വീടിന്റെ മുഴുവൻ പെയിന്റിംഗും ചെയ്തത് അർജുനും സുഹൃത്തും കൂടിയായിരുന്നു എന്ന് നിതിൻ ഓർക്കുന്നു. നിതിനെ കൂടാതെ കിരൺ രാജ്, സനൽ, വിഷ്ണു, വൈശാഖ്, റസൂൽ, വിഘ്നേഷ് തുടങ്ങിയവരും ബാല്യകാലം മുതൽ അർജുന്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണ്. മകൻ അയാന്റെ 2ാം പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. നിതിനാണ് അർജുനെ കാറിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. പിന്നീട് ഡ്രൈവിംഗിനോടുള്ള അതിയായ ഭ്രമമുള്ള ഒരാളായി മാറിയെന്ന് സുഹൃത്തുക്കൾ പറയും. മകനോടും കുടുംബത്തോടും ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന അർജുൻ വലിയ പെയിന്റിംഗ് വർക്കുകൾ വരുമ്പോൾ ഏറ്റെടുക്കണമെന്ന് സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചിരുന്നു. അയാനായി വാങ്ങിവെച്ച കളിപ്പാട്ടവുമായി അർജുൻ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ സുഹൃത്തുക്കളോട് പറഞ്ഞതുപോലെ എപ്പോഴും തന്റെ മകനെ കണ്ടുകൊണ്ടിരിക്കാൻ.